ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 72 പേരെ അയക്കുന്നു എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 42 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. അനന്തരം കർത്താവ് എത്ര പേരെയാണ് തിരഞ്ഞെടുത്തത്? ഉത്തരം: 72 പേരെ. ചോദ്യം 2. കർത്താവ് 72 പേരെ തിരഞ്ഞെടുത്ത് അയച്ചത് എവിടേക്ക്? ഉത്തരം: താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പായി അയച്ചു. ചോദ്യം 3. കൊയ്ത്തിൻ്റെ നാഥനോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് അവരോട് പറഞ്ഞത്? ഉത്തരം: വേലക്കാരോ ചുരുക്കം, അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. ചോദ്യം 4. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു. നിങ്ങൾ എന്തെല്ലാം ചെയ്യരുതെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ കൊണ്ടുപോകരുത്. വഴിയിൽ വച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. ചോദ്യം 5. ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആശംസിക്കേണ്ടത് എന്ത്? ഉത്തരം: ഈ വീടിന് സമാധാനം. ചോദ്യം 6. അവരുടെ സമാധാന ആശംസയ്ക്ക് എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. ചോദ്യം 7. വേലക്കാരൻ കൂലിക്ക് അർഹനായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: പ്രവേശിക്കുന്ന വീട്ടിലുള്ളവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കാം. ചോദ്യം 8. പൂരിപ്പിക്കുക. നിങ്ങൾ ഡാഷ് തോറും ചുറ്റി നടക്കരുത്. ഉത്തരം: വീട്. ചോദ്യം 9. ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിച്ചാൽ എന്തെല്ലാം ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കണം, രോഗികളെ സുഖപ്പെടുത്തണം, ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയണം. ചോദ്യം 10. ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയേണ്ടതെന്ത്? ഉത്തരം: നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ചോദ്യം 11. പൂരിപ്പിക്കുക. ആ ദിവസം ഡാഷിൻ്റെ സ്ഥിതി ഈ നഗരത്തിനേക്കാൾ സഹനീയമായിരിക്കും. ഉത്തരം: സോദോമിൻ്റെ. ചോദ്യം 12. അത്ഭുതങ്ങൾ നടന്നിട്ടും അനുതപിക്കാത്ത നഗരങ്ങൾ ഏവ? ഉത്തരം: കൊറാസിൻ, ബത്സയിദ. ചോദ്യം 13. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ അവിടെ നടന്നിരുന്നുവെങ്കിൽ അവർ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. എവിടുത്തെ ജനങ്ങൾ? ഉത്തരം: ടൈറിലെയും സീദോനിലെയും ജനങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹകരിക്കുവാൻ മറക്കല്ലേ. ചോദ്യം 14. വിധി ദിനത്തിൽ ആരുടെ സ്ഥിതിയായിരിക്കും കൂടുതൽ സഹനീയമായത്? ഉത്തരം: ടൈറിൻ്റെയും സീദോനിൻ്റെയും. ചോദ്യം 15. ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെങ്കിലും പാതാളത്തോളം താഴ്ത്തപ്പെടുന്ന പട്ടണം ഏത്? ഉത്തരം: കഫർനാം. ചോദ്യം 16. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം ഉത്തരിക്കുക. ഉത്തരം: നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു. എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. ചോദ്യം 17. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞതെന്ത്? ഉത്തരം: കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ചോദ്യം 18. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ അനുസരിച്ച് മടങ്ങി വന്ന 72 പേരോടുമായി കർത്താവ് പറഞ്ഞതെന്ത്? ഉത്തരം: സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും
ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ചോദ്യം 19. എന്തിൽ സന്തോഷിക്കാതെ എന്തിൽ സന്തോഷിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് സന്തോഷിക്കേണ്ടത്. ചോദ്യം 20. പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞ പിതാവിൻ്റെ അഭീഷ്ടം എന്തായിരുന്നു? ഉത്തരം: ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. പിതാവിൻ്റെ അഭീഷ്ടം അതായിരുന്നു. ചോദ്യം 21. ആരും എന്ത് ഗ്രഹിക്കുന്നില്ല എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവാരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവരും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. ചോദ്യം 22. യേശു ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞതെന്ത്? ഉത്തരം: നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. ചോദ്യം 23. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഉത്തരം: ഒരു നിയമജ്ഞൻ. ചോദ്യം 24. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് നിയമജ്ഞൻ പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. ചോദ്യം 25. തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ചതെന്ത്? ഉത്തരം: ആരാണ് എൻ്റെ അയൽക്കാരൻ? ചോദ്യം 26. യേശു പറഞ്ഞ നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ ആരാണ് കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടത്? ഉത്തരം: ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്ന ഒരുവൻ. ചോദ്യം 27. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യനെ അവർ എന്തു ചെയ്തു? ഉത്തരം: അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ചോദ്യം 28. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടവനെ കടന്നുപോയത് ആരെല്ലാം? ഉത്തരം: ഒരു പുരോഹിതനും ഒരു ലേവായനും. ചോദ്യം 29. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആളെ കണ്ട് മനസ്സലിഞ്ഞത് ആർക്ക്? ഉത്തരം: യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്ന സമരിയക്കാരന്. ചോദ്യം 30. സമരിയക്കാരൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടയാളെ ശുശ്രൂഷിച്ചതെങ്ങനെ? ഉത്തരം: അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുവന്ന് പരിചരിച്ചു. ചോദ്യം 31. സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ് കൊടുത്തിട്ട് സമരിയക്കാരൻ പറഞ്ഞതെന്ത്? ഉത്തരം: ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ചോദ്യം 32. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യന് മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചതെന്ന ചോദ്യത്തിന് നിയമജ്ഞൻ നൽകിയ മറുപടി എന്ത്? ഉത്തരം: അവനോട് കരുണ കാണിച്ചവൻ എന്ന് മറുപടി നൽകി. ചോദ്യം 33. അവൻ പോകുന്ന വഴി ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചതാര്? ഉത്തരം: മർത്ത. ചോദ്യം 34. മർത്തായുടെ ഭവനത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നത് ആര്? ഉത്തരം: മർത്തായുടെ സഹോദരി മറിയം. ചോദ്യം 35. മർത്ത കർത്താവിനോട് പറഞ്ഞ പരാതി എന്ത്? ഉത്തരം: കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. ചോദ്യം 36. മർത്തായുടെ പരാതിക്ക് കർത്താവ് നൽകിയ മറുപടി എന്ത്? ഉത്തരം: മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ.
മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.